അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA അറബിക് 4th സെമസ്റ്റർ റീഡിംഗ് ഓൺ മോഡേൺ അറബിക് പ്രോസ് ബ്ലോക്ക് 1 ഡെവലപ്മെൻറ്റ് ഓഫ് മോഡേൺ അറബിക് പ്രോസ്. അതിൽ യൂണിറ്റ് 1 തതവ്വുറു ഫന്നിൽ മഖാല വസ്സിറ അദ്ദാത്തിയ. ഫന്നുൽ മഖാലയുടെയും സീറാദാത്തിയുടെയും ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? അൽ മഖാല എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിളാണ്. സീറാദാത്തി എന്ന് പറഞ്ഞാൽ ജീവചരിത്രമാണ്, ഓട്ടോബയോഗ്രഫിയാണ്. അപ്പോൾ അതിൽ നമുക്കിങ്ങനെ വായിക്കാം. വഖദ് ബദഅത് ഹറക്കത്തുൻ ബിആസിഫിൽ അദബിൽ അറബി മഅ നിഹായത്തിൽ ഖർനി الثامن عشر الميلادي. അറബി സാഹിത്യത്തിൻ്റെ നവോത്ഥാന പ്രക്രിയകൾ ആരംഭിച്ചിട്ടുള്ളത് മഅ നിഹായത്തിൽ ഖർനി الثامن عشر الميلادي, ക്രിസ്താബ്ദം 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടിയാണ്. വല്ലത്തി മഹദത്തി സുബുല അൽ ഇഹ്തികാക്കിൽ അറബി മഅൽ ഗർബ്. ഇതിനുള്ള സൗകര്യമുണ്ടായത് അറബികൾക്ക് പാശ്ചാത്യരുമായിട്ടുള്ള കൂടിച്ചേരലിന് അവസരം ലഭിക്കുന്നതിലൂടെയാണ്. വതഅസുരിഹിം ബി ആദാബിൽ ഗർബ്. അതോടൊപ്പം അറബികൾക്ക് പാശ്ചാത്യ സാഹിത്യവുമായിട്ട് സ്വാധീനമുണ്ടായി. ഹത്തസ്തഫാദു മിൻ ഫുനൂനിഹിം വ ആദാബിഹിം. അതിലൂടെ അവരുടെ കലകളും സാഹിത്യങ്ങളും സ്വായത്തമാക്കാൻ അറബികൾക്ക് സാധിച്ചു എന്നുള്ളതാണ് അറേബ്യൻ സാഹിത്യത്തിൽ നവോത്ഥാന പ്രക്രിയ ഉണ്ടാവാൻ കാരണമായത്. വതഹവ്വൽ അദബുൽ അറബി മിനൽ കസാദി ഇല റവാജ്. ഇതിൻ്റെ അനന്തരഫലമായിട്ട് അറബി സാഹിത്യം അതിൻ്റെ കസാദിൽ നിന്ന് റവാജിലേക്ക് മാറ്റമുണ്ടാവുകയായിരുന്നു. കസാദ് നഷ്ടം, കച്ചവടത്തിലെ നഷ്ടത്തിനാണ് കസാദ് അറിയാം. റവാജ് എന്ന അതിൻ്റെ പ്രചാരം. അപ്പോൾ നഷ്ടബോധങ്ങളിൽ നിന്ന് അതിൻ്റെ ലാഭമേഖലകളിലേക്ക്, പ്രചാര മേഖലകളിലേക്ക് മാറ്റമുണ്ടാവാൻ കാരണമായി. അഥവാ വമിനല്ലിൻ ഹിതാത്തി ഇലൽ ഇസ്ദിഹാർ. അതിൻ്റെ അധപ്പതനത്തിൽ നിന്ന് അതിൻ്റെ പ്രശോഭിതയിലേക്കുള്ള മാറ്റമായിരുന്നു അത്. ഫഅസ്സറത്ത് ഹാദിഹി നഹ്ദത്തുൽ അദബിയ്യ അല നസ്രി വശ്ശിഅരി അല ഹദ്ദിൻ സവാ. ഇത് ഈ സാഹിത്യ നവോത്ഥാനം അത് അറബി ഗദ്യ പദ്യ മേഖലകളെ ഒരുപോലെ സ്വാധീനിച്ചിട്ടുണ്ട്. അല ഹദ്ദിൻ സവാ, ഒരുപോലെ, ഒരേ നിരക്ക്. വഅദ്ദത്ത് ഇലാ ലൗനിൻ ജദീദിൻ മിനൻ നദ്ജ് വൽ ഇസ്ദിഹാർ. അതൊരു പുതിയ രൂപത്തിലേക്കുള്ള പ്രശോഭിതയിലേക്കും അതിൻ്റെ പുരോഗതിയിലേക്കും എത്താൻ സാധിച്ചു, അല്ലെങ്കിൽ എത്തിച്ചു. വതഹററ അദബുൽ അറബി. അറബി സാഹിത്യം സ്വതന്ത്രമായി. വഖാസത്തൻ, പ്രത്യേകിച്ച് അൻ നസർ, അതിൻ്റെ ഗദ്യ മേഖല, മഅ അസ്നാഫിഹ അൽ മുഖ്തലിഫ, വ്യത്യസ്തമായ ഇനങ്ങളിലൂടെ അത് സ്വതന്ത്രമായി തീർന്നു. മിൻ ഇസാരി സജ്ഇ വസനഅത്തി ജിനാസി വഖയൂദ് അൽ ബദഇ. എവിടുന്ന സ്വതന്ത്രമായത്? മിൻ ഇസാരി സജ്ഇ, സജ്ഇൻ്റെ ബന്ധനങ്ങളിൽ നിന്ന്. മുമ്പുണ്ടായ സാഹിത്യ ഗദ്യ മേഖലകളൊക്കെ എന്തായിരുന്നു? സജ്ഇൽ കുടുങ്ങിക്കിടക്കായിരുന്നു. സജ്ഇ എന്ന് പറഞ്ഞാൽ പ്രാസമൊപ്പിച്ചുകൊണ്ടുള്ള രചനകൾ. വസുനഅത്തിൽ ജിനാസ്, നമ്മൾ ജിനാസ് ബലാഗയിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ആ ജിനാസിൻ്റെ അതിൻ്റെ കൃത്രിമമായ രൂപീകരിക്കുന്ന ആ കൃത്രിമത്വത്തിൽ നിന്നും വഖയൂദുൽ ബദീഇൻ്റെ മേഖലയിലെ ചങ്ങലക്കെട്ടുകളിൽ നിന്നെല്ലാം അറബി സാഹിത്യത്തിൻ്റെ ഗദ്യമേഖലയും മോചിതമാവുകയായിരുന്നു. വതമയ്യസത് ബിർറിഖ വദ്ദിഖ വസ്സലാമ വറസാന വൽ ഖസ്ദ്. അങ്ങനെ അറബി സാഹിത്യത്തിൻ്റെ നസർ അത് വ്യതിരിക്തമായി. എന്തുകൊണ്ടെല്ലാം? ബിർറിഖ, അതിൻ്റെ ലോലതയും, വദ്ദിഖ, സൂക്ഷ്മതയും, വസ്സലാമ, സുരക്ഷിതത്വവും, വറസാന, അതിൻ്റെ ദൃഢതയും, വൽ ഖസ്ദ്, ലക്ഷ്യബോധവും, ഇതിലെല്ലാം ഈ മേഖലകളെല്ലാം കൊണ്ട് തന്നെ പിന്നീട് അത് വ്യതിരിക്തമായി മാറുന്നത് കാണാൻ സാധിക്കും. ഫകം മിൻ കുത്താബിൻ നബഗു വജമഉ ബൈന സഖാഫത്തി ശർഖിൽ ഖദീമി വസഖാഫത്തിൽ ഗർബിൽ ജദീദ്. എത്രത്തോളം എന്ന് വെച്ചാൽ എത്രയെത്ര എഴുത്തുകാരാണ് നബഗു, അവർ നിപുണന്മാരായി തീർന്നു. വജമഉ, അവർ ജംഉ ചെയ്തു, സമാഹരിച്ചു, ഒരുമിച്ച് ചേർത്തു. ആർക്കൊക്കെ? ബൈന സഖാഫ ശർഖിൽ ഖദീം, പൗരാണിക പൗരസ്ത്യ സാംസ്കാരിക മേഖലകളെയും, വസഖാഫത്തിൽ ഗർബിൽ ജദീദ്, പുതിയ നൂതനമായ പാശ്ചാത്യൻ സംസ്കാര മേഖലകളിലുള്ളതിനെയും ജംഉ ചെയ്യുകയും ചെയ്തു. വബലഗു ബിന്നസ്രിൽ ഫന്നി മൻസിലത്തൻ ലം യബ്ലഗ്ഹാ ഫി അസ്രിൻ മിൻ ഉസൂരിഹി. അങ്ങനെ അവർക്ക് നസറിൻ്റെ മേഖലയിൽ, കലയുടെ ഗദ്യ മേഖലകളിൽ അവർക്ക് ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ സാധിച്ചു. ഏതാണ് ആ സ്ഥാനം? ലം യബ്ലഗ്ഹാ ഫി അസ്രിൻ മിൻ ഉസൂരിഹി. മുമ്പ് കാലഘട്ടങ്ങളിലെ ഒരു എഴുത്തുകാരും ഒരു നസറിൻ്റെ മേഖലയിലെ ഒരു സാഹിത്യകാരനും എത്തിച്ചേർന്നിട്ടില്ലാത്ത അത്രമാത്രം ഉന്നതമായ സ്ഥാനത്ത്. ഹത്ത തഅദ്ദദത്തിൽ അസാലീബു, അതിൻ്റെ ശൈലികൾ വൈവിധ്യമായി. വതനവ്വഅത്തിൽ അഗ്റാദു, ലക്ഷ്യങ്ങൾ വ്യത്യസ്തമായി. വളഹറത്തിൽ അൻവാഉ നസറിയൽ മുതഅദ്ദിദ, എന്നുവേണ്ട വൈവിധ്യമായ ഗദ്യ മേഖലകൾ തന്നെ പിന്നീട് രൂപം കൊള്ളാൻ കാരണമായി. വമിൻ അഹമ്മി അൻവാഇ നസരി, ഈ ഇനങ്ങളിൽ, വ്യത്യസ്തങ്ങളായ ഇനങ്ങളിൽ ഉൾക്കൊള്ളുന്ന പ്രധാനപ്പെട്ടവയാണ് അൽ മഖാല. ഒന്ന് മഖാല,
മറ്റൊന്ന് സിറദാത്തിയ, മറ്റൊന്ന് സിറദാത്തിയയും. വഹുനാക ബഹ്സുൻ ഹൗലൽ മഖാല വസ്സിറദാത്തിയ, ഇതിനെക്കുറിച്ച്, ഈ മക്കാലകളെക്കുറിച്ച്, സിറദാത്തിയെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ ഗവേഷണങ്ങൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി എന്താണ് ഫന്നുൽ മഖാല? يعبر فن المقال عن الفكرة الأساسية للموضوع بسلاسة وأسلوب شيق للقارئ. മഖാല എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അൽ ഫിക്ര അൽ അസാസിയ, ഒരു അടിസ്ഥാന ചിന്തയായിരിക്കും മഖാല എന്ന് പറഞ്ഞാൽ. ലിൽ മൗദൂ, ഒരു വിഷയത്തെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ചിന്തയുടെ അവതരണമാണ് മഖാല. അതെങ്ങനെ അവതരിപ്പിക്കും? ബിസലാസ, വളരെ സരളമായി, ഉസ്ലൂബിൻ ഷയ്യിഖിൻ, വശ്യമായ ശൈലിയിൽ, ലിൽ ഖാരി, വായനക്കാരന് വശ്യമായ ശൈലിയിൽ, സരളമായ രീതിയിൽ ഒരു അടിസ്ഥാന ചിന്തയെ അവതരിപ്പിക്കുന്ന ഒരു ഗദ്യമേഖലയാണ് മഖാല. വൽ മഖാല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയാം, ബഹ്സുൻ ഖസീറുൻ, അതൊരു ലളിതമായൊരു ഗവേഷണമാണ്. ഫിൽ ഇൽമി, ശാസ്ത്ര മേഖലയിലാവാം, അവിൽ അദബി അല്ലെങ്കിൽ സാഹിത്യ മേഖലയിലാവാം, അവിൽ സിയാസ അല്ലെങ്കിൽ രാഷ്ട്രീയ മേഖലയിലാവാം, അവിൽ ഇജ്തിമാഇ അല്ലെങ്കിൽ സാമൂഹിക വിഷയങ്ങളിലാവാം. അതാവട്ടെ തനാവലു ജാനിബൻ മിൻ ജവാനിബി മൗദൂഇമ്മ, ഈ പറയപ്പെട്ട മേഖലകളിലെ ഏതെങ്കിലും ഒരു പ്രത്യേകമായ വിഷയത്തെ, ഒരു ഭാഗത്തെ മാത്രം പരാമർശിച്ചുകൊണ്ട് ഗവേഷണം നടത്തുക. വതുഖദ്ദിമു ലിൽ ഖാരിഇ ബിത്വരീഖ മുശവ്വഖ, ഇത് അവതരിപ്പിക്കുമ്പോൾ വായനക്കാരൻ ഏറ്റവും അട്രാക്റ്റീവായ വഴിയിലൂടെയാണ് ഇത് സമർപ്പിക്കുക. വതത്തസിഉ ലികുല്ലി ഷൈഇൻ മിനൽ ഫിൽ വുജൂദി മിൻ തഅബീരിൻ അൻ ആതിഫ ഔ റഗ്ബ ഔ ഫിക്ര ഫി ഉസ്ലൂബിൻ ഷയ്യിഖിൻ മുനല്ലം. ഇനി മഖാല എന്നുള്ളത് ഒരു വിശാലമായ ആശയമാണ്. വതത്തസിഉ ലികുല്ലി ഷൈഇൻ ഫിൽ വുജൂദ്, ഈ പ്രപഞ്ചത്തിലുള്ള എന്തിനെപ്പറ്റിയും ഇത് ഉൾക്കൊള്ളാൻ മാത്രം പര്യാപ്തമായ ഒരു ഇനമാണ് മഖാല. അത് മിൻ തഅബീർ, അത് അവതരിപ്പിക്കലാവാം, അൻ ആതിഫ, എന്തെങ്കിലും ഒരു ഇമോഷനെ പറ്റി, ഔ റഗ്ബ, എന്തെങ്കിലും ഒരു താല്പര്യം, ഔ ഫിക്ര, എന്തെങ്കിലും ഒരു ആശയം, പക്ഷേ ഫി ഉസ്ലൂബിൻ ഷയ്യിഖിൻ മുനല്ലം, വ്യവസ്ഥാപിതമായ വശ്യമായ ശൈലിയിലാണ് ഇത് അവതരിപ്പിക്കേണ്ടത് എന്ന് മാത്രം. വതതനവ്വഉൽ മഖാലാതു, മഖാലകൾ വൈവിധ്യമാണ്. വതഖ്തലിഫു, അത് വ്യത്യസ്തമാകുന്നു. തബഅൻ ലിഖ്തിലാഫി മാദ്ദതിഹ, അതിൻ്റെ കണ്ടൻറ്റ് വ്യത്യസ്തമാകുന്നതനുസരിച്ച്. വമൗദൂഅതിഹ, അതിൻ്റെ വിഷയങ്ങൾ, സബ്ജക്റ്റുകൾ വ്യത്യസ്തമാകുന്നതനുസരിച്ച്. ഫമിൻഹ, അപ്പോൾ ഈ മഖാലകളിലുണ്ട് അസിയാസിയ, രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്. അത് ഇജ്തിമാഇയ, മഖാല ഇജ്തിമാഇയുണ്ട്, സോഷ്യൽ മഖാലകളുണ്ട്. വൽ അദബിയ, സാഹിത്യ മഖാലകളുണ്ട്. വൻ നഖ്ദിയ, നിരൂപണ മേഖലയിലെ മഖാലകളുണ്ട്. വൽ ഇൽമിയ, ശാസ്ത്രീയ മേഖലകളിലുള്ള മഖാലകളും ഉണ്ട്. വതതഅദ്ദദു അൻവാഉൽ മഖാല, മഖാലയുടെ ഇനങ്ങൾ വൈവിധ്യമാകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം: അൽ മഖാല അൽ ഇൽമിയ, അൽ മഖാല അൽ അദബിയ, അൽ മഖാല ദാത്തിയ, അൽ മഖാല അൽ ഫൽസഫിയ, അൽ മഖാല റിയാദിയ. ഇത്തരം മഖാലകളൊക്കെ നമുക്ക് മഖാലകളുടെ ഇനത്തിൽ എണ്ണി പറയാൻ സാധിക്കും. ഇനി തതവ്വുറു ഫന്നിൽ മഖാല വ ഖസാഇസുഹ, ഈ ഫന്നുൽ മഖാല എങ്ങനെയാണ് ഡെവലപ്മെൻറ്റ് ഉണ്ടായത്, എന്തൊക്കെയാണ് അതിൻ്റെ ഖസാഇസുകൾ, പ്രത്യേകതകൾ, ആ ഭാഗമാണ് ഇൻഷാ അല്ലാഹ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫന്നുൽ മഖാല ബിസ്തിലാഹിഹ വ ഹൈസിയതിഹ മാ കാനത് മഅറൂഫത്തൻ ലദൽ അറബി ഹത്തൽ അസ്റുൽ ഹദീസ്. മഖാല എന്നുള്ളത് അതിൻ്റെ സാങ്കേതിക അർത്ഥത്തിലും വഹൈസിയത്തിഹ, അതിൻ്റെ രൂപഘടനകൾ നോക്കിയാലും മക്കാനത്ത് മഅറൂഫത്തൻ, അത് അറിയപ്പെട്ടതാണ് ലദൽ അറബി, അറബികൾക്ക്, ഹത്തൽ അസ്റുൽ ഹദീസ്, ഈ കാലഘട്ടം വരേക്കും. വലാകിന്നഹ ബദഅത്, പക്ഷേ തുടങ്ങിയത്, വൻതശറത്, അത് ഉണ്ടായിട്ടുള്ളത്, ബിംതിസാജ് അറബി ബിൽ ഗർബ്, അറബികൾ ഗർബ്, പാശ്ചാത്യരുമായിട്ടുള്ള കൂടിക്കലരൽ ഉണ്ടായപ്പോഴാണ്. وهي مرتبطة بظهور الصحف العربية التي ظهرت في الأدب العربي مع ظهور أفضل صحفية عربية الوقائع المصرية سنة 1828 ميلادية. 1828 പുറത്തിറങ്ങിയ അൽ വഖാഇഉൽ മിസ്രിയ എന്ന ഒന്നാമത്തെ അറബി പത്രം, ഇത് ഉണ്ടാകുന്നതോടുകൂടെയാണ് അറബി സാഹിത്യത്തിൽ ഉണ്ടായിട്ടുള്ള ഈ ജേണൽ മേഖലയിലെ എല്ലാ പത്ര മേഖലകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അറബിയിലെ മഖാല എന്നുള്ളത്. മുർത്തബിതത്തുൻ എന്നല്ല, ബന്ധപ്പെട്ട് കിടക്കുന്ന, കണക്റ്റഡാണ്. ബിലുഹൂരി സിഹാഫ് അൽ അറബിയ, അറേബ്യൻ ജേർണലിസവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പത്രപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അവ തുടങ്ങുന്നതോട് ബന്ധപ്പെട്ട് കിടക്കാണ് അറബിയിലെ മഖാലകൾ. അത് ഒന്നാമത്തെ എന്നാണ് 1828 അൽ വഖാഇൽ മിസ്രിയ എന്നുള്ള പത്രമാണ്. ഫൽ മഖാല, അപ്പോൾ മഖാല എന്നുള്ളത് ഇൻകാലത്ത് മൗജൂദത്തൻ ഖബൽ അസ്റുൽ ഹദീസ്, ആധുനിക കാലഘട്ടത്തിന് മുമ്പ് തന്നെ ഉണ്ടെങ്കിലും കാനത്ത് ഗൈറ മുതവഫിറതി ശുറൂത്തിൽ ഫുനൂൻ നസ്രിയ, ഈ കലയുടെ ഷർത്തുകളൊന്നും അന്ന് ലഭ്യമായിരുന്നില്ല. ഈ ഒരു മഖാലക്ക് വേണ്ട എന്ന നിബന്ധനകൾ അതൊന്നും ഉണ്ടായിരുന്നില്ല. ഫമാ കതബഹു ജാഹിലു, അങ്ങനെ നോക്കുമ്പോൾ ജാഹിൽ എഴുതിയത് ഫിൽ മഹാസിനിൽ അദദാദ് എന്ന മഖാലകൾ, അൽ ബുഖല, അൽ ബയാനത്ത് ബിയീൻ, അതേപോലെ മാ കതബഹു ഇബ്നുൽ മുഖഫഇ ഫിൽ അദബിൽ الأدب الكبير الأدب الصغير ما كتب عبد الحميد حول الكتاب الشطرنج എഴുത്തുകാരും അതേപോലെ
ചെസ്സ് കളികളൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അബ്ദുൽ ഹമീദ് എഴുതിയത്. കുല്ലുഹ യുഅദ്ദു മഖാലാത്തിൻ, അതൊക്കെ മക്കാലകളായിട്ട് എണ്ണപ്പെടുന്നു. തൻഖുസുഹ ശുറൂത്തുൽ മഖാൽ അൽ ഹദീസ്. പക്ഷേ അതിനൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആധുനിക കാലഘട്ടത്തിൽ മക്കാലൊക്കെ പറഞ്ഞ കണ്ടീഷൻസ്, നിബന്ധനകൾ അതിന് ഇല്ല എന്നുള്ളൊരു പോരായ്മയാണ്. ഇത് മാറ്റി നിർത്തിയാൽ അന്ന് മക്കാലകൾ അന്ന് മുതലേ ഉണ്ട്. ലിഅന്നൽ ഖുദമാ അഗ്റമു ബിൽ ബുതൂലി വസ്തിത്റാദി വൽ ഇഹ്തിമാമി ബിൽ ജാനിബിൽ ലുഗവി. കാരണം പൗരാണികർ അവർ നിർബന്ധം പിടിച്ചത് അതിൻ്റെ ബിത്തൂൽ, അതിൻ്റെ ദൈർഘ്യം എത്ര വേണം, വൽ ഇസ്തിത്റാദ് നീട്ടിപ്പരത്തി പറയൽ എത്ര വേണം, വൽ ഇഹ്തിമാമി ബിൽ ജാനിബിൽ ലുഗവി ഭാഷാ മേഖല ഏതുപോലെയായിരിക്കണം, അതിൻ്റെ പ്രാധാന്യം എന്ത്, ഈ മേഖലകളെ പരിഗണിച്ചുകൊണ്ടാണ് പൗരാണികർ മക്കാലകൾ എഴുതിയിട്ടുള്ളത്. അമ്മ ഫിൽ ഖർനി റാബി അൽ ഹിജ്രി ലിൽ ഹിജ്റ, എന്നാൽ ഹിജ്റ 4-ാം നൂറ്റാണ്ടിൽ ഫഖദ് ഖത ഹാദൽ ഫൻ ഖുതുവാത്തിൻ മദ്മൂമ, ആ കാലഘട്ടത്തിൽ ഈ കല ഒരു നിന്ദ്യകരമായ ആശ്വാസകരമല്ലാത്ത വഴികളിലൂടെ അതിൻ്റെ സ്റ്റെപ്പുകൾ മുന്നോട്ട് പോയി. നഹ്വ തകല്ലുഫി വ തസന്നുഇ, ആ ഒരു ഘട്ടങ്ങളിൽ കൃത്രിമത്വവും ജാടകളും അതിൻ്റെ ഒരു ഭാഗമായി തീർന്നു. ഹൈസു കസ്റത്തു സഖാരിഫ് വൽ മുഹസനാത്ത് വ തഅബീർ വൽ റകീഖ, ആ ഒരു സന്ദർഭങ്ങളിൽ നിലവാരം തകർന്നിട്ടുള്ള വാചകഘടനകൾ, അതേപോലെ അലങ്കാരം വർദ്ധിപ്പിക്കുവാനുള്ള കൃത്രിമമായ ശ്രമങ്ങൾ, ഇതൊക്കെയായിരുന്നു അത്തരം വാചകഘടനകളിലും മക്കാലകളിലും ഉണ്ടായത്. ഫസ്ബഹ ഉസ്ലൂബുഹു മുതഹജ്ജിറൻ മിമ്മ ജഅല അൻ-നുഖാദി യുഅദ്ദൂനഹു അൽ മഖാൽ ഹദീസ്. അതുകൊണ്ട് തന്നെ ഇന്ന് ആധുനിക കാലഘട്ടത്തിലെ നിരൂപകന്മാർ അവയെ വിലയിരുത്തുമ്പോൾ അവ ഒരു നിന്ദ്യകരമായ രൂപത്തിൽ ഉള്ള ശൈലിയാണെന്നുള്ളത് എന്ന് വിലയിരുത്താനുള്ള കാരണം തന്നെ. ഇനി അസ്ബാബ് ഇന്തിഷാർ മഖാൽ, ഈ മഖാല വ്യാപിക്കുവാനുള്ള കാരണങ്ങൾ എന്തൊക്കെ? 4 കാരണമാണ് അവിടെ ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. ഒന്ന്, ളുഹൂറു തിബാഅ വസ്സുഹാഫ, പ്രസ്സുകളും ജേണൽ മേഖലകളും പത്രമേഖലകളുടെയും രംഗത്തു വരവ്. വതനവ്വുൽ ജറായിദ് വൽ മജല്ലാത്ത് എന്ന് പറഞ്ഞാൽ അതോടൊപ്പം മാഗസിനുകൾ, അതേപോലെ പത്രങ്ങൾ വൈവിധ്യമായി പുറത്തിറങ്ങി എന്നുള്ളത്. മറ്റൊന്ന് തശഅ്ഉബുൽ മശാക്കിൽ ഇജ്തിമാഇയ്യ സിയസിയ്യ, രാഷ്ട്രീയ സാമൂഹിക പ്രതിസന്ധികളുടെ വ്യാപനം. ബിസബബിൽ ഇസ്തിഅ്മാരി വൽ ഇസ്തിബ്ദാദ്, സ്വേച്ഛാധിപത്യത്തിൻ്റെയും അടിച്ചമർത്തലുകളുടെയും കൊളോണിവൽക്കരണത്തിൻ്റെയും കാരണങ്ങളാൽ. ളുഹൂറുൽ ഉദബാഇ വൽ മുസ്ലിഹീൻ, സാഹിത്യകാരന്മാരും നവോത്ഥാന നായകന്മാരും രംഗത്ത് വന്നു. അഖദൂ അല ആതിഖിഹിം മസ്ഊലിയത തൗഇയത്തിൻ നാസി വ ഇർഷാദിഹിം, അവരെന്ത് ചെയ്തു? അവർ ജനങ്ങളെ അവബോധം നൽകുന്ന വിഷയത്തിൻ്റെ മാർഗദർശനം കൊടുക്കുന്ന കാര്യത്തിൻ്റെ ഉത്തരവാദിത്വം അവർ സ്വയം ഏറ്റെടുത്തു. അല ആതിഖിഹിം എന്നാണ്, അവർ തോളിൽ വെച്ചു. ആ ഒരു കാരണം കൊണ്ടും. മറ്റൊന്ന് നഷാത്തുൽ ഹറക്കത്തിൽ അദബിയ്യ വൻ നഖ്ദിയ്യ ബൈന ഉദബാഇൽ ആസ്രിൽ ഹദീസ്, ആധുനിക കാലഘട്ടത്തിലെ സാഹിത്യകാരന്മാർക്കിടയിലും നിരൂപകന്മാർക്കിടയിലും സാഹിത്യ നിരൂപണ പ്രക്രിയകളുടെ ഒരു ആക്റ്റീവ്നെസ്, അതൊരു വ്യാപകമായ രൂപത്തിലുണ്ടായി. മിമ്മ അദ്ദ ഇലാ ളുഹൂരി റുദൂദിൻ ഖസീറ അലാ മാ യൻഷുറു ഫിൽ മജല്ലാത്തി വൽ ജറായിദ്, ഇതാവട്ടെ ഒരു ചെറിയ ഒരു പ്രതിഫലനം ഉണ്ടായി. ഇതിൽ മക്കാലകളും മജല്ലകളിലും പത്രങ്ങളിലും പബ്ലിഷ് ചെയ്യുന്ന കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ 4 കാരണങ്ങൾ കൊണ്ടാണ് മക്കാല വ്യാപിച്ചിട്ടുള്ളത്. ഇനി മറാഹിലു തതവ്വുരി ഫന്നിൽ മക്കാല, ഇതിൻ്റെ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, അൽ മർഹലത്തുൽ ഊല, ഫസ്റ്റ് ഘട്ടം ഏതാണ്? യുമസിലുഹ കുത്താബ് സുഹഫിർ റസമിയ, ഒഫീഷ്യൽ എഴുത്തുകാരാണ്, പത്രമേഖലകളിൽ വർക്ക് ചെയ്യുന്ന ഒഫീഷ്യൽ റിപ്പോർട്ടർമാരും എഴുത്തുകാരുമാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഘട്ടം. ഏതുപോലെ പത്രങ്ങളിൽ വഖായിൽ മിസ്രിയ, വാദിൻ നീൽ, അതേപോലെ മിന്നംസാൽ, അപ്പോൾ ആ കൂട്ടത്തിൽ എഴുത്തുകാരൊക്കെ മിന്നംസാൽ റഫായിത്ത് റാഫി തഹ്താവി, മിഖായിൽ അബ്ദുൽ സയ്യിദ്, അവരെ പോലെയുള്ള ആളുകൾ. ഈ ആരംഭഘട്ടത്തിലെ എഴുത്തുകാർ വക്കാനത്ത് അസാലീബ് മക്കാലാത്തിഹിം, ഇവരുടെ എല്ലാ മക്കാലകളായിരുന്നു അഖ്റബ ഇല അസാലീബി ആശുരി ലഅഫി, മുമ്പുണ്ടായ ദുർബല കാലഘട്ടത്തിലെ ശൈലിയോട് ഒരു സാദൃശ്യമുള്ള രൂപത്തിലായിരുന്നു ഇവരുടെ ശൈലികൾ. ഹാഫിലതൻ, അവരുടെ മക്കാലകളും നിറഞ്ഞു നിന്നിരുന്നു ബിസ്സജഇ, സജഉകളും വസ്സുഖ്റുഫി അല്ലഫ്ളി, പദപരമായ അലങ്കാരവൽക്കരിക്കുന്ന പ്രവണതകളും. റക്കസു ഫീഹാ അലൽ അഹ്വാൽ ഇജ്തിമാഇയ്യ വസിയാസിയ്യ, പക്ഷേ അവർ ഫോക്കസ് ചെയ്ത മേഖല എന്ന് പറയുന്നത് സാമൂഹിക രാഷ്ട്രീയ മേഖലകളായിരുന്നു. രണ്ടാമത്തെ ഘട്ടൽ മർഹല സാനിയ, അക്കസത്ത് മക്കാലത്തു ഹാദിഹിൽ മർഹല, ഈ ഘട്ടത്തിലെ മക്കാലകൾ റിഫ്ലക്റ്റ് ചെയ്തു ഇഹ്തിമാമാതി ജമാഹീർ അൽ ജമാഹീർ, പൊതുജന താല്പര്യത്തെയാണ് ഇവ പ്രതിഫലിപ്പിച്ചത്. ബിമുഖ്തലിഫി ഫിആതിഹ, ആ പൊതുജനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യത്യസ്ത കാറ്റഗറിയിലുള്ള ആളുകളെ. വിത്ത് ഇസീരിൻ മിൻ ഹറക്കത്തിൽ ഇസ്ലാഹ്, അതെന്തുകൊണ്ടാണ്? അവിടെ ഉണ്ടായ നവോത്ഥാന മുന്നേറ്റങ്ങളിൽ സ്വാധീനം ഉൾക്കൊണ്ടുകൊണ്ട്. അല്ലത്തി ഖാദഹ, ആ നവോത്ഥാന മുന്നേറ്റം നയിച്ചത് ജമാലുദ്ദീൻ അൽ അഫ്ഗാനി, മുഹമ്മദ് അബ്ദു,
വബഅദഹുമ അവർക്ക് ശേഷം ഇബ്നു ബാദീസ് അൽ ബഷീർ അൽ ഇബ്രാഹിമി ഇവരൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ള നവോത്ഥാന പ്രക്രിയ. ഹൈസു ബദഅത്തിൽ മഖാലാത്ത് ഈ സമയത്തുള്ള മഖാലകൾ ആരംഭം കുറിച്ചിട്ടുണ്ട്. തതഖല്ലസു തദ്രീജിയൻ ഘട്ടം ഘട്ടമായ ഒരു മോചനം മിൻ ഖുയൂദി സജഇ ആ ഒരു സജഇൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് വസ്സനഅ ലഫ്ളിയ പദപരമായിട്ടുള്ള കൃത്രിമത്വത്തിൽ നിന്ന് വതഅതീലിൽ ഉസ്ലൂബി സിബഗതൻ യഫ്ഹമുഹൽ ജമീഅ അങ്ങനെ വതഅതി അവർ നൽകിയിരുന്നു ലിൽ ഉസ്ലൂബ് ഒരു ശൈലി അതിനെ സ്വീകരിച്ചിരുന്നു. എങ്ങനത്തെ ശൈലി? സിബഗതൻ ഒരു രൂപത്തിലുള്ള യഫ്ഹമുഹൽ ജമീഅ എല്ലാവർക്കും ഗ്രാഹ്യമാകുന്ന ഒരു രീതി, ആ രീതിയിലുള്ളൊരു ശൈലി അതിന് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അൽ മർഹലത്തു അസ്സാലിസ മൂന്നാമത്തെ ഒരു ഘട്ടം ലഹറത്ത് തൊലാഇഉൽ മദ്രസ സഹഫിയ ഈ ഘട്ടത്തിൽ പത്രമാധ്യമ മേഖലകളുടെ ആ ഒരു പ്രസ്ഥാനങ്ങളുടെ ഉദയം ഉണ്ടായി എന്നുള്ള ഒരു ഘട്ടമാണ്. അല്ലത്തി നഷറത്ത് ഫി ദില്ലിൽ ഇഹ്തിലാൽ ഔറുബി ഇതുണ്ടായപ്പോഴാണ് യൂറോപ്യൻ അധിനിവേശത്തിൻ്റെ തണലിൽ രൂപം കൊണ്ടിട്ടുള്ള വതഅസറത്ത് അവ സ്വാധീനിച്ചിട്ടുണ്ട് ബിൻ നസഅത്തിൽ ഹിസ്ബിയ കക്ഷിത്ത ട്രെൻഡുകൾ അവയെ സ്വാധീനിച്ചു. യുമസ്സിലു ഹാദിഹിൽ മർഹല ഈ ഘട്ടത്തെ പ്രതിനിധീകരിക്കുന്ന എഴുത്തുകാർ മുസ്തഫ സാദിഖ് റാഫിഇ, അബ്ദുറഹ്മാൻ അൽ കവാക്കിബി, ത്വാഹ ഹുസൈൻ, അബ്ബാസ് മഹ്മൂദ് അൽ ഖാദ് വഗൈറുഹും അവരല്ലാത്തവരും. മിമ്മൻ ഖാദു അവരല്ലാത്ത ആളുകൾ എങ്ങനത്തെ മിമ്മൻ ഖാദു നയിച്ചു കൊണ്ടുപോയവർ അൽ ഹറക അൽ അദബിയ്യ വൽ ഫിക്രിയ്യ വൽ ഇജ്തിമാഇയ്യ സാമൂഹിക ചിന്ത സാഹിത്യ പ്രസ്ഥാനങ്ങളെ അല്ലെങ്കിൽ പ്രക്രിയകളെ ചലനങ്ങളെ. വഹുന ഈ ഘട്ടത്തിൽ തഹററത്തിൽ മഖാല മോചിതമായിട്ടുണ്ട് മിൻ ഖുയൂദി സുൻഅ നേരത്തെ പറഞ്ഞ സുൻഅ എന്ന ബന്ധനത്തിൽ നിന്ന് ഫസാറത്ത് ഹുറ അങ്ങനെ അവ സ്വതന്ത്രമായി തീർന്നു. ത്വലീഖ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള സഹില സരളമായ തഹ്തമു ബിൽ മഅന ആശയത്തെ ഇഹ്തിമാം പ്രാധാന്യം കൊടുക്കുന്ന ദൂന അൻ തഹ്മിൽ അൽ മബ്ന എങ്കിലും അതിൻ്റെ ഘടനയെയും സ്ട്രക്ചറിനെയും അവഗണിക്കാത്ത നിലയിൽ പൂർണ്ണമായും ആശയത്തെ കേന്ദ്രീകരിക്കുന്ന അവക്ക് പ്രാധാന്യം കൊടുക്കുന്ന. അൽ മർഹല അറാബിഅ നാലാമത്തെ ഘട്ടം യുമസ്സിലുഹ ഉദവാഉ ഈ ഘട്ടത്തിലെ സാഹിത്യകാരന്മാർ അഖദു അവർ സ്വീകരിച്ചു ബിഹർദിൻ വാഫിരിൻ വലിയ ഒരു അളവോളം മിന സഖാഫൽ ഗർബിയ പാശ്ചാത്യൻ സംസ്കാരത്തെ ഫി ഫത്രത്തിൻ ഇസ്തഖാമ ഫീഹ ഉസ്ലൂബ് തഅബീർ അൽ അറബി അതും ഒരു ഘട്ടമാണ്. ആ സമയത്ത് ഇസ്തഖാമ ഫീഹ അൽ ഉസ്ലൂബ് തഅബീർ അൽ അറബി അറേബ്യൻ അവതരണ ശൈലി അവ നേരെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെ അവർ പാശ്ചാത്യൻ സംസ്കാരത്തിൽ ഇത് വലിയൊരളവ് സ്വീകരിച്ച സാഹിത്യകാരന്മാരുള്ള ഘട്ടമാണ് ഈ നാലാമത്തെ ഘട്ടം. അപ്പോൾ ഫനസഅത്തിൽ ഈ മഖാല എന്ന ഈ കല അവ ഊരിയെടുത്തു. ഇല തഹറുർ ഫനുസിഅത്തിൽ മഖാലത്തു ഈ മഖാല ഊരിയെടുക്കപ്പെട്ടു. ഇല തഹറുർ സ്വാതന്ത്ര്യത്തിലേക്ക്. എന്തിൻ്റെ സ്വാതന്ത്ര്യം? മിൻ കുല്ലി ഖൈദിൻ എല്ലാ ബന്ധനക്കെട്ടുകളിൽ നിന്നും സ്വതന്ത്രമായിട്ട് എഴുതാൻ പറ്റുന്ന രൂപത്തിലേക്ക്. വതറഖിൽ മആനി ദഖീഖ സൂക്ഷ്മമായ ആശയങ്ങളെ വതൂഖി അൽ മആനി ദഖീഖ വൽ ഇബാറാത്തി സഹില സരളവുമായ സൂക്ഷ്മവുമായ ആശയങ്ങളും ഇബാറത്തുകളും അവ രൂപപ്പെടുത്തിയെടുത്തു. ഹസ്ബ മുഖ്തദിയാത്തിൽ മൗദൂഇ വിഷയത്തിൻ്റെ തേട്ടമനുസരിച്ചുകൊണ്ട്. യുമസ്സിലു ഹാദിഹിൽ ഫത്ര ഉദബാഉൽ മഹ്ജർ ഈ കാലഘട്ടത്തെ പ്രതിനിധീകരിക്കുന്ന എഴുത്തുകാരെന്ന് പറയുന്നത് മഹ്ജർ സാഹിത്യകാരന്മാരാണ്. ആരെപ്പോലെ മിൻ അംസാൽ ജുബ്രാൻ ഖലീൽ ജുബ്രാൻ മിഖായിൽ നുഐമ സുമ്മൽ അക്കാദു പിന്നെ അക്കാദും ത്വഹ ഹുസൈനും അഹമ്മദ് ഹസൻ സയ്യാത്തും മീസിയാദയും ഇവരൊക്കെ ഈ കാലഘട്ടം അല്ലെങ്കിൽ ഈ ഘട്ടത്തെ പ്രതിനിധീകരിക്കുന്ന ആളുകളാണ്. വഹിയ ഫത്ര ഈ ഘട്ടത്തിൽ കസറത്തു ഫീഹ സുഹാഫ പത്രമാധ്യമങ്ങൾ ധാരാളമായിട്ടുണ്ട്. അല്ലത്തി തബാറ അവ മത്സരിക്കുകയായിരുന്നു. അല സഫഹാത്തിഹ അതിൻ്റെ ഏടുകളിൽ മത്സരിക്കുകയായിരുന്നു. അമാലിഖത്തുൽ അദബ് സാഹിത്യ ലെജൻഡുമാർ സാഹിത്യ ഐതിഹ്യങ്ങൾ ഇതിഹാസങ്ങൾ എഴുത്തുകളിലൂടെ മത്സരിക്കുന്ന ഘട്ടമായിരുന്നു. വതറകു ബിസിമാതിഹിം അലൽ ഹയാത്തിൽ അദബിയ്യ വൽ ഫിക്രിയ്യ മഅൻ ജീവിതത്തിൻ്റെ സാഹിത്യ ജീവിതത്തെയും ചിന്താ ജീവിതത്തെയും അവരുടെ സവിശേഷതകളെ ബാക്കി വെച്ചു പോയ ഒരു ഘട്ടമാണിതെന്ന് പറയാം. അമ്മ ഫിൽ ജസാഇർ ഫഖദ് ലഹറ അൽ മഖാല ഖുബൈൽ അൽ ഹർബിൽ ആലമിയൽ ഊല എന്നാൽ അൾജീരിയ എടുത്തു നോക്കിയാൽ ആ ഒരു മേഖലകളിൽ ഒന്നാം ലോകമഹായുദ്ധം തൊട്ട് മുമ്പ് തന്നെ മഖാലകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഒന്നാം ലോക മഹായുദ്ധത്തിന് തൊട്ട് മുമ്പ് മാത്രവുമല്ല അറഫ ഇസ്ദിഹാറൻ ബൈനൽ ഹറബൈനി രണ്ട് ലോക മഹായുദ്ധങ്ങൾക്കിടയിൽ മഖാലയുടെ എല്ലാ നിലക്കുള്ള പ്രക്ഷോഭതയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അലാ യദി റിജാൽ ജംഇയ്യത്തുൽ ഉലമാഇൽ മുസ്ലിമീൻ അൽ ജസാഇരിയീൻ അൾജീരിയയിലെ മുസ്ലിം പണ്ഡിത സഭയിലെ അംഗങ്ങൾ അവരുടെ കരങ്ങളിലൂടെ മിൻ അംസാൽ ഇബ്നു ബാദീസ് ഇബ്രാഹിമി അറബി അത്തിബ്സി മുബാറക് അൽ മൈലി അഹ്മദ് സഹ്നൂൻ ഇവരുടെയൊക്കെ എഴുത്തുകളിലൂടെയും ഖരങ്ങളിലൂടെയും. അടുത്ത കുത്താബ് ഫന്നിൽ മഖാല അൽ മഷ്ഹൂറ പ്രസിദ്ധരായ മഖാലയിലെ
എഴുത്തുകാർ ആരൊക്കെയാണ്? അഷ്ഹറു റുവാദിൽ മഖാല ഫിൽ അദബിൽ അറബിൽ ഹദീസ്, ആധുനിക കാലഘട്ടത്തിലെ അറബി സാഹിത്യത്തിലെ മഖാലയിലെ അധികായകന്മാരെന്ന് പറഞ്ഞ് നമ്മുടെ പുസ്തകത്തിൽ 11 പേരെ കൊടുക്കുന്നുണ്ട്. ഒന്ന് അബ്ദുറഹ്മാൻ അൽ കവാക്കിബി, ഹുവ കാത്തിബുൻ അറബിയൻ സൂരിയൻ, സിറിയൻ എഴുത്തുകാരനാണ്. ഉലിദ ഫി മദീനത്തി ഹലബ്, അലപ്പോയിലാണ് അദ്ദേഹം ജനിച്ചത്. ഇഹ്തമ ബി കിതാബത്തി അൽ മഖാല അൽ അറബിയ, അറേബ്യൻ മഖാലകൾ എഴുതുന്നത് വളരെ പ്രാധാന്യത്തോടെ കണ്ട വ്യക്തിയാണ്. അല്ലത്തി തസ്രി ഉഖൂൽ അൽ ഖുറാഇ വതദൂറു അഫ്കാറഹ ഹൗല താരീഖ് അൽ ഇസ്ലാമി, അദ്ദേഹത്തിൻ്റെ എഴുത്തുകളാകട്ടെ വായനക്കാരൻ്റെ ചിന്തകളെ ഇളക്കിവിടുന്നു, അവരുടെ ആശയങ്ങളെ അത് ചുറ്റിത്തിരിക്കുന്നു. ഹൗല താരീഖ് ഇസ്ലാമി, ഇസ്ലാമിക ചരിത്രങ്ങൾക്ക് ചുറ്റിപ്പറ്റിക്കൊണ്ട്. മർഹലത്തി ദൗല ഉസ്മാനിയ, പ്രത്യേകിച്ച് ഒട്ടോമിയൻ ഭരണകാലഘട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അമിൻ മുഅല്ലഫാത്തിഹി, അദ്ദേഹത്തിൻ്റെ രചനയാണ് തബാഇഉൽ ഇസ്തിബ്ദാദ്, ജംഇ തുമ്മിൽ ഖുറ, മസാരിഉൽ ഇസ്തിഅബാദ്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. 2 അബ്ബാസ് മഹ്മൂദ് അൽ അഖാദി, അദ്ദേഹം മിസ്രിയാണ്. ഹുമിൻ അഷ്ഹരി റുവാദിൽ അദബിൽ അറബി, അറബി സാഹിത്യത്തിൻ്റെ പ്രമുഖരായ അധികായകരിൽ ഒരാളാണ്, പ്രസിദ്ധനാണ്. കതബൽ അദീദ മിനൽ മഖാലത്തുൽ അദബിയ്യ, സാഹിത്യ മഖാലകൾ ധാരാളം എഴുതിയിട്ടുണ്ട്. ഇല്ലാ ഇഹ്തിമാമഹു കാന മുതമഹ്വിറൻ ബിശക്ലിൻ കബീരിൻ ഹൗല കിതാബത്തുൽ മഖാല നഖ്ദിയ്യ, അങ്ങനെയൊക്കെയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ താല്പര്യം അത് അൽ മഖാലാത്തിൻ നഖ്ദിയ, അതുമായി ബന്ധപ്പെട്ട രചനകളായിരുന്നു. നിരൂപണ എസ്സേകൾ, നിരൂപണ ആർട്ടിക്കിളുകൾ എഴുതാനായിരുന്നു. ളിദ്ദ ദൗല, രാജ്യത്തിനെതിരെയുള്ള. അൽ അംറുല്ലദി അദ്ദ, ഈ ഒരു താല്പര്യം തന്നെ, ഈ ഒരു കാര്യം തന്നെ അദ്ദേഹത്തെ എത്തിച്ചു ഫിന്നിഹായ, അവസാനം ഇല സജ്ജി ബിഹി ഫിസ്സിജിൻ, അദ്ദേഹത്തെ കാരാഗൃഹത്തിലടക്കുന്നതിലേക്ക്. ബിസബബി അഫ്കാരിഹി വാറാഹി ആറാഇഹി, അദ്ദേഹത്തിൻ്റെ ചിന്തകളും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും കാരണത്താൽ. 3 ത്വഹ ഹുസൈൻ, ഹുവ അലാമത്തും മിൻ അലാമത്തിൽ അദബിൽ അറബിൽ മിസ്രി, മിസ്ർ അറേബ്യൻ സാഹിത്യത്തിൻ്റെ ഒരു അടയാളമാണ് അദ്ദേഹം. വകാന മുസ്തൻകിറൻ ലി അസാലീബി തഅലീം അർ റദീഅ, നിലവാരം കുറഞ്ഞ എഡ്യൂക്കേഷൻ ശൈലി സ്വീകരിക്കുക എന്നുള്ളത് വെറുപ്പുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. ഖിലാല ഫത്രത്തി ദിറാസത്തിഹി, അദ്ദേഹത്തിൻ്റെ പഠനകാലത്തു തന്നെ ആ ഒരു ശൈലിനെ അദ്ദേഹം അത് നിരൂപണം നടത്തിയിരുന്നു. ഇല്ല അന്നഹു സതഅ നജാഹ്, എങ്കിലും അദ്ദേഹം ആ പഠനം മുന്നോട്ട് കൊണ്ടുപോയി വിജയിച്ചു. വൽ ഹുസൂൽ അല ദക്തൂറ, ഡോക്ടറേറ്റ് വരെ അദ്ദേഹം കരസ്ഥമാക്കി. സുമ്മ ബദഅ യക്തുബു മഖാലാത്തിഹി അബറ സുഹഫ്, പിന്നീട് അദ്ദേഹം പത്രങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ മഖാലകൾ എഴുതി തുടങ്ങി. വക്കാന അഷ്ഹറു കുതുബിഹി, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഈ മേഖല ഗ്രന്ഥമാണ് ഫിഷ്യൽ ജാഹിലി എന്ന ഗ്രന്ഥം. ഹൈസുഖാൻ ആഷിഖൻ ലിശ്ശിഅരി അൽ അദബി, അദ്ദേഹം സാഹിത്യത്തെയും കവിതയെയും പ്രണയിക്കുന്നൊരു വ്യക്തി തന്നെയായിരുന്നു. 4 മുസ്തഫ സാദിഖ് റാഫിഉ, അദീബൻ അറബിയൻ മിസ്രി സാഹിത്യകാരനായ അറബി സാഹിത്യകാരനാണ്. 4 കിതാബത്തുഹു ഷുഹ്റ കബീറ, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾക്ക് വലിയ പ്രസിദ്ധി കിട്ടിയിട്ടുണ്ട്. അല മുസ്തവൽ ആലം, ലോകാടിസ്ഥാനത്തിൽ തന്നെ. അമിൻ അബ്റസു കിതാബത്തിഹി ദീവാനുർ റാഫിഇ, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് ദീവാനുർ റാഫിഇ. അതേപോലെ കിതാബു സഹാബുൽ ഹഹ്മർ, കിതാബ് തഹ്ത റായത്തിൽ ഖുർആൻ, കിതാബ് ഹദീസുൽ ഖമർ, കിതാബ് ഔറാഖിൽ വർദ്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ്. 5 മുഹമ്മദ് ഹുസൈൻ അൽ ഹൈക്കൽ, വമിൻ അഷ്ഹരി അൽ കുത്താബിൽ മിസ്രിയീൻ, അദ്ദേഹവും ഈജിപ്ത് എഴുത്തുകാരിൽ പ്രമുഖനാണ്. വതമഹ്വറത്ത് കിതാബത്തുഹു ഹൗല അൽ മഖാലാത്ത് സിയാസിയ, രാഷ്ട്രീയ വിഷയങ്ങളുടെ മഖാലകളാണ് അദ്ദേഹം അധികവും കേന്ദ്രീകരിച്ചിട്ടുള്ളത്. നദറൻ ലിൽ ളുറൂഫ്, അദ്ദേഹം സാഹചര്യത്തെ പരിഗണിച്ചു. അല്ലതി കാനത്ത് തമുറു ബിഹാ മിസ്ർ കടന്നു പോകുന്ന ഖിലാല ഹാദിഹിൽ ഫത്ര, ഈ കാലഘട്ടത്തിൽ. വവജദ അൻ നഷ്റ അൽ മഖാല ഫി സുഹഫി ഗൈറ കാഫിൻ, അങ്ങനെ അദ്ദേഹം തിരിച്ചറിഞ്ഞു മഖാല എഴുതുക എന്നുള്ളത് വെറും പത്രങ്ങളിൽ മാത്രം പോരാ. ഫത്തജഹ, അങ്ങനെ അദ്ദേഹം തിരിഞ്ഞു ഇലാ നഷ്രിഹ, ആ മഖാലകളെ വ്യാപിപ്പിക്കുവാൻ, ഫിൽ ഇദാഅ, റേഡിയോയിലൂടെയും, ഈ സ്വാലി ഫിക്രത്തിഹി, തൻ്റെ താല്പര്യം, തൻ്റെ ഫിക്ര, തൻ്റെ ആശയം അതെത്തിക്കുവാൻ, ഇല അക്ബരി ശരീഹത്തിൽ മേൽ മുജ്തമഅ, സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളിലേക്കും അതെത്തിക്കുക എന്ന താല്പര്യത്തിൽ അദ്ദേഹം റേഡിയോയുടെ മേഖലയിലേക്കും തിരിഞ്ഞു. 6 അഹ്മദ് അമീൻ, ഹുവ കാത്തിബുൻ അറബിയൻ മിസ്രിയൻ, മിസ്ർ അറബി കാത്തിബാണ്. ഉരിഫ ബിഹ്തിമാമിഹി ബിൽ ഇൽമി വൽ മഅരിഫ, അദ്ദേഹം അറിവിലും ജ്ഞാനത്തിലും പ്രസിദ്ധി നേടിയ വ്യക്തിയാണ്, അതിന് പ്രാധാന്യം കൊടുത്ത വ്യക്തിയാണ്. വഖദ്ദമ അൽ അദീദ മിനൽ മഖാലാത്തിൽ ഇൽമിയ, വ്യത്യസ്തങ്ങളായ വൈജ്ഞാനിക മഖാലകൾ അദ്ദേഹം അവതരിപ്പിച്ചു. കമഹ്തമ ബി തഖദ്ദുമിൽ മഖാലാത്ത് അല്ലത്തി തതമഹ്വറു ഹൗല സഖാഫ വഹലാർ അൽ മുജ്തമഅ അൽ മിസ്രി, അതോടൊപ്പം ഈജിപ്ത് നാഗരികത, ഈജിപ്ത് സമൂഹം, അവരുടെ സംസ്കാരം, ഇതുമായി ബന്ധപ്പെട്ടുള്ള മഖാലകളും അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. വതഖല്ലദ മനാസിബ അദീദ ഫിൽ അദബിൽ അറബി, അറബി സാഹിത്യത്തിലെ ധാരാളം പോസ്റ്റുകൾ അദ്ദേഹം വഹിച്ചു. ഇസ്തതഅ മിൻ ഖിലാലിഹി സുമൂ ബിൽ അദബിൽ അറബി, അദ്ദേഹത്തിന് അറബി സാഹിത്യത്തെ കൊണ്ട് ഉയർത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്, ഉയരാൻ. വതഖ്ദീമിൽ അദീദ് മിനൽ ഉമൂർ അൽ ഇജാബിയ്യ ഫി ഹാദൽ മജാൽ, ഈ ഒരു സാഹിത്യ മേഖലയിൽ പോസിറ്റീവായ ഒരുപാട് കോൺട്രിബ്യൂഷൻ നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. 7 അലി അത്വൻതാവി, ഹുവ കാത്തിബൻ, എഴുത്തുകാരനാണ്. തലഖാ തഅലീമുഹു ഫി മിസ്ർ, ഈജിപ്തിൽ നിന്നാണ് അദ്ദേഹം പഠിച്ചത്. വവരസത്ത് അഹമ്മു കിതാബാത്തിഹി ഫി ഫത്രത്തിൽ ഇഹ്തിലാൽ ഫ്രൻസി, അദ്ദേഹത്തിൻ്റെ അധിക ഗ്രന്ഥങ്ങളും
അത് ഫ്രഞ്ച് അധിനിവേശ കാലഘട്ടത്തിലാണ് ഉണ്ടായിട്ടുള്ളത്, രംഗത്ത് വന്നിട്ടുള്ളത്. എവിടെ? ലിദൗലത്തി സിറിയ രാജ്യത്തെ സിറിയൻ പ്രദേശങ്ങളെ ഫ്രഞ്ച് അധിനിവേശം നടത്തിയ സമയത്ത്. ഹൈസു നാദല ബിഫിക്രിഹി വഖലമിഹി, ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹം തൻ്റെ ചിന്ത കൊണ്ടും തൻ്റെ പേന കൊണ്ടും അദ്ദേഹം ഏറ്റുമുട്ടി. ഹാദൽ ഇഹ്തിലാൽ അൽ ബഗീർ, ഈ വിദ്വേഷപരമായ ഈ അധിനിവേശത്തിനെതിരെ. വനശറത്ത് മക്കാലാത്ത് ഹിഫി മജല്ല, അദ്ദേഹം വ്യത്യസ്തങ്ങളായ മജല്ലകളിലൂടെ അദ്ദേഹത്തിൻ്റെ മക്കാലകൾ പബ്ലിഷ് ചെയ്തു. ഏതൊക്കെ മജല്ല? അൽ ഹജ്ജ്, അൽ ഫത്ഹ്, അൽ സഹ്റ, അൽ മദീന, ഈ ഒരു മജല്ലകളിലെല്ലാം തന്നെ. എട്ടാമത്തെ മുസ്തഫ ലുത്ഫി അൽ മൻഫലൂത്തി, ഹുവ മിൻ അഷ്ഹരി റുവാദിൽ വതൻ അറബി, അറബി സാഹിത്യത്തിലെ അറബി പ്രദേശങ്ങളിലെ ഏറ്റവും പ്രമുഖരായ ലീഡർമാരിൽ ഒരാളാണ് മുസ്തഫ ലുത്ഫി അൽ മൻഫലൂത്തി. തമയ്യസത്ത് കിതാബത്തുഹു, അദ്ദേഹത്തിൻ്റെ രചനകൾ വേറിട്ട് നിൽക്കുന്നു. ബി ഉസ്ലൂബിൻ റിവായിയ്യൻ ഷയ്യിഖ് ലിൽ ഖുറ, വായനക്കാരനെ വശീകരിക്കുന്ന ശൈലിയിൽ. അതോടൊപ്പം തന്നെ പിന്നെ ഒരു റിവായിയായ ഒരു കഥ പറയുന്ന ശൈലിയിലാണ് അദ്ദേഹത്തിൻ്റെ മക്കാലകൾ വേറിട്ട് നിൽക്കുന്നത്. വനശറത്ത് മക്കാലാത്തിഹി ഫി സുഹഫി അസ്വാഇഖ അൽ മുഅയ്യത്ത്, ഈ രണ്ട് പത്രങ്ങളിലൂടെ അദ്ദേഹം നിരന്തരമായി മക്കാലകൾ എഴുതി. അമിനഷുരി കിതാബാത്തിഹി, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥം എന്ന് പറയുന്നത് തന്നെ മുഖ്താറാത്തുൽ മൻഫലൂത്തി എന്നുള്ളതും അന്നദറാത്ത് എന്ന ഗ്രന്ഥങ്ങളുമാണ്. 9 അഹ്മദ് ഹസൻ അസ്സയ്യാദ്, ഹുവ മിൻ അബ്റസിൽ അൽ അലാമാത്തിൽ മിസ്രിയ ഫിൽ അദബി, സാഹിത്യത്തിലെ ഈജിപ്തിലെ ഒരു പ്രമുഖനായ വ്യക്തിയാണ് സയ്യാത്ത്. അല്ലദീന ഇസ്തതാഉ അൽ ഇർതിഖാ ബിൽ ഹദാറ അൽ മിസ്രിയ മിൻ ഖിലാലി കിതാബാത്തിഹി, തങ്ങളുടെ രചനകളിലൂടെ ഈജിപ്ഷ്യൻ നാഗരികതയെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ള സാഹിത്യത്തിൽ തലയെടുപ്പുള്ള സാഹിത്യകാരന്മാർ, അവരുടെ കൂട്ടത്തിലെ വ്യക്തിയാണ്. വഹുവ മൻ അൻഷ മജല്ല അർ-റിസാല എന്ന മജല്ല സ്ഥാപിച്ചത് തന്നെ സയ്യാത്താണ്. അല്ലത്തി ലഹ ദൗറൻ റായിദൻ ഫിൽ ഇർതിഖാ ബിസ്സഖാഫ അൽ മിസ്രിയ, ഈജിപ്ഷ്യൻ സംസ്കാരത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ വലിയ റോൾ വഹിച്ച ഒരു മജല്ലയാണത്. മിൻ അഹമ്മി കിതാബാത്തിഹി, അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങൾ ഏറ്റവും പ്രസിദ്ധമാണ് താരീഖുൽ അദബിൽ അറബി, അതേപോലെ അൽ മുഖ്തബസു മിൻ വഹ്യിർ റിസാല എന്ന ഗ്രന്ഥങ്ങൾ. 10 ഇബ്രാഹിം അബ്ദുൽ ഖാദിർ അൽ മാസ്നി, ഹുവ അദീബുൻ വശാഇറൻ മിസ്രിയൻ, സാഹിത്യകാരനാണ്, അതോടൊപ്പം ഒരു കവിയാണ്. ഖദ്ദമൽ അദീദ മിന ദവാവിൻ ഷിഅരിയ, ധാരാളം കവിതാ സമാഹാരങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. അല്ലത്തി അസ്റത്ത് അൽ മക്തബ അൽ അറബിയ അല്ലത്തി അസ്റത്ത് അൽ മക്തബ അൽ അറബിയ ബിൽ ആറാഇ വൽ അഫ്കാരിൽ ഹമ്മ, അദ്ദേഹത്തിൻ്റെ സുപ്രധാന ചിന്തകളെ കൊണ്ട്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളെ കൊണ്ട് അറേബ്യൻ ലൈബ്രറികളെ സമ്പന്നമാക്കിയ ദീവാനുകളാണവ. അമിൻ അഹമ്മി കിതാബാത്തിഹി, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഗ്രന്ഥങ്ങളിൽ പെട്ടതാണ് അഹാദീസുൽ മാസ്നി എന്നുള്ളതും. അശ്ശിഅർ ഇബ്രാഹിം ഉൽ കാത്തിബ്, സലാസു റിജാൽ വംറഅ, റിഹ്ലത്തുൻ ഇലൽ ഹിജാസ്, ഹസ്സാദുൽ ഹഷീം, സബീലുൽ ഹയാത്ത്, സുന്ദൂഖുദ് ദുനിയ, അതൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. 11 സക്കി നജീബ് മഹ്മൂദ്, വകാത്തിബൻ മിസ്രിയൻ, മിസ്ർ എഴുത്തുകാരനാണ്. ഇസ്തതാഅ അൻ യജ്മഅ ഫി കിതാബാത്തിഹി ബൈനൽ അദബി വൽ ഫൽസഫ, അദ്ദേഹം സാഹിത്യവും ഫൽസഫയും ഫിലോസഫിയും സംയോജിപ്പിച്ച് എഴുതാൻ സാധിച്ച ഒരു വ്യക്തിയാണ്. അല്ലത്തി നജഹ ഫി ദറാസത്തിഹ, അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിൽ അദ്ദേഹം വിജയിച്ചു. ഹത്ത അന്നഹു അസ്ബഹ മിൻ അക്ബറിൽ ഫലാസിഫ ഫി മിസ്ർ, ഈജിപ്തിലെ വലിയൊരു ഫിലോസഫറായി മാറിയ അതുവരെ മാറാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. മിൻ അബ്റസ് കിതാബാത്തിഹി, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രസിദ്ധം المنطق الوضعي، نافذة على فلسفة مصر، موقف من الميتافيزيقيا في حياتنا العقلية، تجديد الفكر العربي, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളാണ്. അടുത്തത് അസ്സിറ ദാത്തിയാണ്. ഇൻഷാ അല്ലാഹ് അത് മറ്റൊരു സന്ദർഭത്തിൽ സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.